ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റയുടെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോർണിംഗ് റൊട്ടീനാണ്. കുഞ്ഞാറ്റ രാവിലെ എണീറ്റ് ഒരു 7 മണിയായപ്പോൾ നമ്മൾ വിളിച്ചുണർത്തി. അങ്ങനെ വന്ന് പല്ല് തേച്ച് കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. മേല് കഴിയതേ ഉള്ളൂ, തല രാവിലെ നനയ്ക്കത്തില്ല. മുടി അപ്പുറം ഇപ്പുറം പിന്നിട്ട് വേണം പോകാൻ. അത് കാരണം നമ്മൾ രാവിലെ നനച്ച മുടി ആ നനവോടെ കെട്ടി വെക്കണം. അത് കാരണം രാവിലെ നനയ്ക്കത്തില്ല, വൈകിട്ടാണ്. അങ്ങനെ കുഞ്ഞാറ്റ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ക്രീമും പൗഡറും ഒക്കെ ഇടുകയാണ്. പിന്നെ ഇന്ന് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് എന്നും അങ്ങനെ പ്രതീക്ഷിക്കരുത്. കാരണം നമുക്ക് ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ സ്കൂളിൽ പോകാനും. നമുക്കും അതെ, കുഞ്ഞുങ്ങൾക്കും അതെ, ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ പതുക്കെ പിള്ളേർക്കും മടി വന്ന് തുടങ്ങും. ഇനി അടുത്തത് നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. നമ്മൾ ആദ്യം ഐബ്രോ വരച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മുടി കെട്ടി കൊടുക്കാം. മുടി കെട്ടുന്നതാണ് വലിയൊരു ടാസ്ക്. അതെന്തായാലും ചെടക്കായിരുന്നു, അതെല്ലാം കളഞ്ഞ് നമ്മൾ മുടി നല്ലതായിട്ട് അപ്പുറം ഇപ്പുറം പിന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകിട്ട് വരുമ്പോൾ ഇതേപോലെ ആണെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. നമുക്ക് വൈകിട്ട് വരുമ്പോൾ ഒരു പ്രാന്തിയുടെ ലുക്കിലാണ് കേസ് വരുന്നത്. ഇപ്പം പിന്നെ പണ്ടത്തെ കണക്ക് അത്രയും ആ ഒരു ഇതില്ല, എങ്കിലും വൈകിട്ട് വരുമ്പോഴറിയാം ഇനി എങ്ങനെയാണ് ഏതാണെന്നൊക്കെ. അങ്ങനെ ഞാൻ മുടി പിന്നെ കൊടുക്കുന്നുണ്ട്. 1000 പിന്നലാണ് പിന്നുന്നത്. എനിക്കെന്തോ 1000 പിന്നൽ പിന്നി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അത് കാരണം 1000 പിന്നൽ പിന്നി കൊടുത്ത് അപ്പുറം ഇപ്പുറം പിന്നി കൊടുത്ത്. എനിക്കിന്ന് വീഡിയോ എടുത്ത് തരുന്നത് ഏട്ടനാണ്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റമ്മ വന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട്. അത് നേരത്തെ തൊട്ടേ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ട്, എന്നും കറക്റ്റായിട്ട് അങ്ങനെ കത്തിക്കും അങ്ങനൊരിതില്ല. എങ്കിലും മാക്സിമം മിക്ക ദിവസവും കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചില ദിവസം പറഞ്ഞില്ലേ, മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എണീക്കാനും എല്ലാം താമസമാണ്. അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യങ്ങളും താമസിക്കും, പോകാനും ധൃതിയായിരിക്കും. അങ്ങനെ എന്നാലും മിക്ക ദിവസവും കത്തിക്കുമായിരുന്നു നേരത്തെ. ഇതിപ്പം തുടക്കമല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കുഞ്ഞ് തന്നെ സോക്സും ഷൂവും എല്ലാം ഇട്ടോളും, അതിനൊന്നും പുറകിന് നടക്കേണ്ട കാര്യമില്ല. ബാക്കി നമുക്ക് പോകാനുള്ള ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് റെഡിയാക്കിയാൽ മാത്രം മതി. ബാക്കി അവളുടെ ഒരുക്കങ്ങളൊക്കെ മുടി കെട്ടിക്കൊടുത്താൽ മതി, ബാക്കിയെല്ലാം കുഞ്ഞ് തന്നെ ചെയ്തോളും. അങ്ങനെ ഞങ്ങൾ ഇന്ന് മഞ്ഞച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാ ചോറ് കഴിക്കുന്നതിനൊക്കെ ഒരിത്തിരി കൂടുതൽ മഞ്ഞച്ചോറ് കഴിക്കും. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ അത് തന്നെ കൊടുത്തു വിട്ടത്. പിന്നെ നമുക്ക് സ്നാക്സ്, ഉപ്പേരിയും ഈന്തപ്പഴം ഉണ്ടായിരുന്നു, അത് നമ്മൾ കൊടുത്ത് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ മൂലേശ്ശേരി അമ്പലമുണ്ട്, മഹാദേവൻ്റെത്. അങ്ങനെ ഞങ്ങൾ ഏതൊരു കാര്യത്തിന് പോയാലും ആദ്യം മഹാദേവനെ ഒന്ന് കണ്ടിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത്, ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നേരെ ബസ് കയറുന്നിടത്തോട്ട് പോയി. പക്ഷേ ബസ് കയറുന്ന വീഡിയോ ഒക്കെ മിസ്സിങ് ആണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അവിടെ ഒരു ചേച്ചിയോട് കാര്യം പറയാൻ നിന്നുപോയി. അങ്ങനെ ബസ് വന്ന് കുഞ്ഞാറ്റ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാ കുട്ടികളും ഇന്ന് സ്കൂളിലേക്ക് പോകും.